പശ്ചിമ ബംഗാളിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്ന ദിവസമാണ്. 90% പോളിംഗ് നടന്നിരിക്കുന്നത്. അവിടെ മുഴുവൻ അക്രമ സംഭവങ്ങളാണ്. ഈ വലിയ പോളിംഗ് ശതമാനം എന്തെങ്കിലും സൂചനകളാണോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏത് തരത്തിലാണ് അവിടെ എത്ര പേർ അവിടെ നിന്നും വോട്ടപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ഇതിലൊന്നും തന്നെ കൃത്യമായ മറുപടികൾ നൽകിയിട്ട് ഇപ്പോൾ കേരളത്തിൽ ഉയരുന്ന പരാതികൾക്ക് പോലും കേരളത്തിൽ നടന്നിരിക്കുന്ന ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ സംഭവങ്ങളിൽ നടന്ന പരാതികളിൽ പോലും എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? അതിൽ നിന്നും മുകളിലേക്ക് പരാതി നൽകിയാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിലേക്ക് ഒരു പരാതി പോയാൽ എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും പ്രതിപക്ഷ സ്വരം അടിച്ചമർത്താനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ്. ഇരട്ടത്താപ്പാണോ എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല. ഇരട്ടത്താപ്പ് എന്നുള്ളതല്ല, ഭരണപക്ഷത്തിന്റെ നാവായിക്കൊണ്ട് ഭരണപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന രൂപത്തിലേക്ക് മാറിയിരുന്നു. ഇതിനു മുമ്പൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണമായി നിൽക്കുന്നത് TN ശേഷൻ തന്നെയാണ്. അതൊരു സ്വതന്ത്ര സംവിധാനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സംവിധാനമായി പ്രവർത്തിക്കേണ്ടതാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ചട്ടങ്ങളിൽ അങ്ങനെയാണ് എങ്കിലും അതല്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു. കോടതിക്ക് പോലും ഇടപെടാൻ പറ്റാത്ത രീതിയിൽ സുപ്രീം കോടതിയുടെ പ്രതിനിധി അവിടെ നിന്നും മാറ്റിക്കൊണ്ടാണ് ആ കമ്മീഷനെ നിശ്ചയിക്കുന്നത് പോലും.